ഒരുപാടധികം ജന്തുജീവജാലങ്ങളാൽ നിറഞ്ഞതാണ് നമ്മുടെ ഈ ഒരു ചെറിയ ഭൂമി എന്നത്. അതിൽ തന്നെ വെറും 2 ഗ്രാം മാത്രം ഭാരമുള്ള സൺകസ് മുതൽ 400 ടൺ ഭാരമുള്ള നീലത്തിമിംഗലം വരെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ലോകത്ത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള, അതായത് 2 കാലുകൾ മാത്രമുള്ള നായ, 2 തലയുള്ള പാമ്പ് എന്നിങ്ങനെയുള്ള കുറച്ച് വിചിത്ര ജീവികളെയാണ്. വീഡിയോ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇത്തരം ജന്തുജീവികളിൽ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് 2 കാലുള്ള നായ തന്നെയാണ്. 2002 ഡിസംബർ 22-നാണ് ഫെയ്ത്ത് എന്ന പേരുള്ള ഈ ഒരു നായ ജനിക്കുന്നത്. ജനന സമയത്തും ഇത്തരത്തിൽ തന്നെ ഈ ഒരു നായക്ക് 2 കാലുകൾ തന്നെയായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു നായക്ക് ഇത്തരത്തിൽ 2 കാലുകൾ മാത്രം കൊണ്ട് ജനിച്ചതെന്ന് ഗവേഷകർ പരീക്ഷണം നടത്തി നോക്കിയപ്പോൾ അവർക്കറിയാനായിട്ട് സാധിച്ചത് ഈ ഒരു നായയുടെ തലച്ചോറിന്റെ ഒരു ഭാഗത്ത് വളർച്ച കുറവായിരുന്നു എന്നൊരു കാര്യം. ഇതിനാലാണ് ഇതിന് 2 കൈകളും നഷ്ടപ്പെട്ടതെന്ന് അവർ അങ്ങനെ കണ്ടെത്തുകയാണ്. ഈ ഒരു നായ ജനിച്ച സമയത്ത് ഇതിന്റെ അമ്മ ഇത്തരത്തിൽ തന്നെ ഇതിനെ 2 കാലുകൾ മാത്രം ഉള്ളത് കൊണ്ടാകാം പല സമയങ്ങളിലായിട്ട് ഇതിനെ കൊല്ലാൻ വരെ നോക്കിയിരുന്നു. എന്നാൽ ഈ നായയുടെ ഉടമകൾ അത് കണ്ട് ജനിച്ച ഉടനെ തന്നെ ഈ ഒരു നായയെ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് പിന്നീട് അവർ വളർത്തിയെടുത്തത്. 2 കാലുകളാണെങ്കിലും ഈ ഒരു നായ മറ്റു നായകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒരു മോട്ടിവേഷൻ എന്ന നിലക്കല്ല നമുക്ക് ഫെയ്ത്ത് എന്ന നായയെ കാണാവുന്നതാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 12 വർഷത്തോളം ഈ ഒരു നായ ഇത്തരത്തിൽ തന്നെ ജീവിച്ചിരുന്നു. 2014 സെപ്റ്റംബർ മാസത്തിലാണ് ഈ ഒരു നായ ഈ ലോകത്ത് നിന്നും തന്നെ വിട പറഞ്ഞത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് 2 മുഖമുള്ള 2 തലയുള്ള പൂച്ചയാണ്. 1999 സെപ്റ്റംബർ 9-നാണ് ഫ്രാങ്ക് ലൂയി എന്ന പേരുള്ള 2 മുഖമുള്ള ഇത്തരം ഒരു പൂച്ച ജനിക്കുന്നത്. ഫ്രാങ്കും ലൂയിയും എന്നാണ് ഈ ഒരു പൂച്ചയുടെ പേരെന്നത്. പെട്ടെന്ന് കണ്ടാൽ ഒരു പൂച്ച എന്നാകും ആദ്യം കണ്ടാൽ തോന്നുക. എന്നാൽ 2 മുഖങ്ങൾ ഉള്ളതിനാലാണ് ഇതിന്റെ ഉടമസ്ഥ ഈ ഒരു പൂച്ചക്ക് ഫ്രാങ്കും ലൂയിയും എന്ന പേരിട്ടത്. ഒരു ശരീരമാണെങ്കിലും പക്ഷേ 2 വായകൾ, 2 മുഖങ്ങൾ, 2 മൂക്കുകൾ, 3 കണ്ണുകൾ. കണ്ണുകൾ 3 ആണെങ്കിലും 2 മാത്രമായിരുന്നു കാഴ്ച ഉണ്ടായിരുന്നത്. മാത്രമല്ല അതുകൂടാതെ 2 വായകൾ ഉണ്ടെങ്കിലും ശരീരത്തിനകത്ത് ഇത് ബന്ധിപ്പിച്ചിരുന്നത് ഒരൊറ്റ അഞ്ഞനാളവുമായിട്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫ്രാങ്കും ലൂയിയും എന്ന പൂച്ച ഈ ലോകത്ത് 12 വർഷം വരെ ജീവിച്ചു. 2012-ൽ ഈ ഒരു പൂച്ചക്ക് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച 2 മുഖങ്ങളുള്ള പൂച്ച എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് പോലും ലഭിച്ചിരുന്നു. അങ്ങനെ 2014 ഡിസംബർ മാസത്തിലാണ് ഫ്രാങ്കും ലൂയിയും എന്ന പൂച്ച ഈ ലോകത്ത് നിന്നും അങ്ങനെ വിട പറയുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് 4 കാലുള്ള താറാവാണ്. ഇംഗ്ലണ്ടിലാണ് ഇത്തരമൊരു വിചിത്ര സ്റ്റെമ്പി എന്ന പേരുള്ള ഒരു ഡക്ക് താറാവ് ജനിക്കുന്നത്. അവിടെയുള്ള കർഷകനായ നിക്കി എന്ന ആളുടെ ഡക്ക് ഫാമിലാണ് ഇത്തരമൊരു 4 കാലുകളോട് കൂടിയിട്ട് ഒരു താറാവ് ജനിക്കുന്നത്. ഇതിലെ അതിശയം എന്താണെന്നാൽ മറ്റു താറാവുകളെ പോലെ 4 കാലുകൾ ഉപയോഗിച്ച് സ്റ്റെമ്പിക്ക് നടക്കാനും പറക്കാനുമെല്ലാം സാധിച്ചിരുന്നു എന്നതാണ്. ഇങ്ങനെ ഒരു താറാവ് കുഞ്ഞായതിനാൽ തന്നെ ഫാമിൽ പ്രത്യേകം പരിചരണം, സംരക്ഷണം നൽകിയില്ലെങ്കിൽ സ്റ്റംബി ജീവിക്കില്ല എന്ന് ഉടമയായ നിക്കി മനസ്സിലാക്കുകയാണ്. അതുകൂടാതെ ഇതിനെ മറ്റു താറാവുകളുടെ കൂടെ പുറത്തു വിടാനായിട്ട് നിക്കി അനുവദിച്ചിരുന്നില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, 4 കാലുകളായതിനാൽ തന്നെ മുള്ളുകളിലും വലകളിലുമെല്ലാം ഇതിന്റെ അധിക 2 കാലുകൾ കുടുങ്ങിപ്പോകും. അതിനാൽ തന്നെ ഇദ്ദേഹം മറ്റു താറാവുകളുടെ കൂടെ സ്റ്റെമ്പിയെ വിടാത്തത്. ഇപ്പോൾ സ്റ്റെമ്പിക്ക് വേണ്ടത് ഒരു സുരക്ഷിതമായ സ്ഥലമാണ്. അവിടെയാണ് സ്റ്റെമ്പിക്ക് വളരാൻ കൂടുതൽ അനുവദനീയമെന്ന് നിക്കി പറയുകയാണ്. ഇനി നാലാമതായിട്ട് വരുന്നത് ട്രാൻസ്പെറന്റ് ഫ്രോഗ്, തവളയാണ്. റഷ്യയിലാണ് ഇത്തരമൊരു തവളകളെ ആദ്യം കണ്ടെത്തുന്നത്. ഈ ഒരു വിഭാഗം തവളകളുടെ തൊലി എന്നത് ഒരു ഗ്ലാസ് പോലെ അത്രയും ട്രാൻസ്പെറന്റ് ആണ്. ഇതുകൊണ്ട് തന്നെ ഇവയുടെ ശരീരത്തെ എല്ലുകളും ഞരമ്പുകളും അവയവങ്ങളും ഒക്കെ നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാവുന്നതാണ്. എന്ത് കാരണത്താലാണ് തവളകൾ ഇങ്ങനെയാകുന്നത്, എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം എന്നറിയാനായിട്ട് റഷ്യൻ ഗവേഷകർ പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. പരിസ്ഥിതി പ്രശ്നം, പൊല്യൂഷൻ കാരണമാണ് തവളകൾ ഇങ്ങനെയായി മാറുന്നതെന്നാണ് അവർക്കറിയാനായിട്ട് സാധിച്ചത്.
സാധിച്ചത്. പരിസ്ഥിതി മലിനീകരണം ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ തവളകൾക്ക് പുറമെ മറ്റു പല ജീവജാലങ്ങളും ഇത്തരത്തിൽ തന്നെ മ്യൂട്ടേഷനിലേക്ക് നയിക്കുകയും അവരുടെ ജീവിതം കൂടുതൽ മോശമായി തീരുകയും ചെയ്യുമെന്നും ഗവേഷകർ ഇതുമായി അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി അഞ്ചാമതായിട്ട് വരുന്നത് സ്പൈഡർ ഗോട്ട്, 8 കാലുള്ള ആടാണ്. അതായത് 8 കാലുകളോട് കൂടിയിട്ടാണ് ഈ ഒരു ആട് ജനിക്കുന്നത്. സംഭവം നടക്കുന്നത് ക്രൊയേഷ്യയിലാണ്. അവിടെയുള്ള കർഷകനായ മിസ്റ്റർ പാപ്പരിയുടെ ആട് ഫാമിലാണ് ഇത്തരമൊരു വിചിത്രമായ ആട്ടിൻകുട്ടി ജനിക്കുന്നത്. 2 ആടിൻ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വളർന്നത് കൊണ്ടാണ് ഇത്തരമൊരു 8 കാലുകളോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു ആട് ജനിച്ചതെന്നാണ് ഗവേഷകർ ഇതുമായിട്ട് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അറിയാനായിട്ട് അവർക്ക് സാധിച്ചത്. എന്നിരുന്നാലും എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ ഇതിന് സാധിക്കില്ലായിരുന്നു. പല മൃഗ ഡോക്ടർമാരും ഇതിന് വിധി എഴുതിയത് 2-3 വർഷം മാത്രമാണ് ഈ ഒരു ആട് ജീവിക്കുക എന്നതായിരുന്നു. ഇനി ആറാമതായിട്ട് വരുന്നത് 2 തലയുള്ള പാമ്പാണ്. ഈ അടുത്ത കാലത്താണ് ഇത്തരമൊരു സംഭവം യുഎസിലെ ഫ്ലോറിഡയിൽ നടന്നത്. അവിടെയുള്ള ഒരു റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് ആളുകൾ ഹോണ്ടുറാൽ എന്ന പാമ്പിന്റെ 7 മുട്ടകൾ ഇൻക്യുബേറ്റ് ചെയ്തുകൊണ്ട് വിരിയിച്ചെടുക്കുകയാണ്. എന്നാൽ അതങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് 7 എണ്ണത്തിൽ ഒരു പാമ്പിന് ഇത്തരത്തിൽ തന്നെ 2 തലയുള്ളതായിട്ട് അവർ കണ്ടെത്തുന്നത്. ഈ ഒരു പാമ്പിന് അന്ന് ഗവേഷകർ വിധി എഴുതിയത് വളരെയേറെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു പാമ്പ് ജീവിക്കുക എന്നതായിരുന്നു. പക്ഷേ ഈ ഒരു പാമ്പ് ഇത്തരത്തിൽ തന്നെ 2 തലയോടുകൂടി 8 വർഷം ഈ ഒരു ലോകത്ത് ജീവിച്ചിരുന്നു. വളരെയേറെ അപൂർവങ്ങളിൽ അപൂർവമാണ് പാമ്പുകളുടെ കാര്യത്തിൽ ഇത്തരം ഒരു മ്യൂട്ടേഷൻ സംഭവിക്കാറുള്ളത്. ഇങ്ങനെ ഇത്തരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല വിധത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ച ഒരുപാടധികം ജീവജാലങ്ങളുണ്ട്. ഏഴാമതായിട്ട് വരുന്നത് ബ്ലൂ ലോബസ്റ്ററുകളാണ്. പേര് കേട്ടിട്ട് ഇതെന്ത് ജീവിയാണെന്ന് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും. ഇതാണ് നീല നിറമുള്ള ചെമ്മീൻ എന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചെമ്മീനുകളെല്ലാം ഒരു ചുവപ്പ് നിറത്തോടു കൂടിയ തവിട്ട് നിറത്തിലാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചില ചെമ്മീനുകൾ നീല നിറത്തിലാണ് ജനിക്കാറുള്ളത്. അവയുടെ പുറംതോടിലെ പ്രോട്ടീനുകൾക്കാണ് പ്രധാനമായും ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ മ്യൂട്ടേഷൻ ബാധിക്കാറുള്ളത്. ഇതിനാലാണ് ഇവയെ ഇത്തരത്തിൽ തന്നെ നീല നിറത്തോടു കൂടി കാണപ്പെടുന്നത്. ഇത്തരം കളറോട് കൂടിയ ചെമ്മീനുകളെ വളരെയേറെ റെയറായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മളൊരു 2-3 ലക്ഷം ചെമ്മീനുകളുടെ ഒരു കൂട്ടം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നിന് മാത്രമേ ഇത്തരത്തിൽ തന്നെ നീല നിറത്തോടു കൂടി കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി എട്ടാമതായിട്ട് വരുന്നത് കാലുള്ള പാമ്പാണ്. ഇത്തരം ഒരു വിചിത്ര സംഭവം നടക്കുന്നത് ചൈനയിലെ ഒരു വീട്ടിലാണ്. ആ വീടിന്റെ ഡോറിൽ ഇത്തരത്തിൽ തന്നെ എന്തോ ഒരു വസ്തു വന്ന് ഇടിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് ആ വീട്ടിലെ പ്രായമായ ഒരു സ്ത്രീ ചെന്ന് ഡോറ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് അതൊരു പാമ്പായിരുന്നു. അതിനെ കണ്ട ഉടനെ തന്നെ ആ സ്ത്രീ തന്റെ കാലിലുള്ള ഷൂ ഉപയോഗിച്ച് അതിന്റെ തലക്കടിച്ച് അതിനെ കൊലപ്പെടുത്തുകയാണ്. ആ ഒരു സമയത്താണ് ഇവര് ഈ ഒരു പാമ്പിന്റെ ശരീരത്തിൽ ഒരു കാല് പോലുള്ള പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വസ്തു കണ്ടത്. ഉടനെ ഇവര് ഇതൊരു സാധാരണ പാമ്പല്ല എന്നറിഞ്ഞുകൊണ്ട് ഒരു കുപ്പിക്കകത്ത് ഇതിനെ ആക്കുകയാണ്. അതിനുശേഷം ഇവർ ചെയ്തത് ഇതിനെ ഒരു റീസർച്ച് ഏജൻസിയിൽ എത്തിക്കുകയാണ്. അവിടെ ഇന്നും ഇത്തരത്തിൽ തന്നെ എന്ത് മ്യൂട്ടേഷൻ ആണ് ഈ ഒരു പാമ്പിന് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ ഇത്തരത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ച മറ്റൊരു ജീവിയാണ് കുരങ്ങന്റെ മുഖമുള്ള പന്നിക്കുട്ടി എന്നത്. അതുപോലുള്ള മറ്റൊന്നാണ് ചൈനയിൽ നടന്നൊരു സംഭവമാണ് പറക്കാൻ കഴിയില്ലെങ്കിലും ചിറകുള്ള പൂച്ച എന്നിങ്ങനെയുള്ള ഒരുപാടധികം ജനിതക മാറ്റം സംഭവിച്ച മ്യൂട്ടേഷൻ സംഭവിച്ച ജീവജാലങ്ങൾ ഇന്ന് നമ്മുടെ ഒരു ലോകത്തുണ്ട്. അവയിൽ അധികവും ഇങ്ങനെ മാറുന്നത് മനുഷ്യൻ നിർമ്മിച്ച പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ ജീവജാലങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക്